ചോദ്യം 1. എവിടെ നിന്നാണ് രാജാ റാം മോഹൻ റോയിയുടെ നേതൃത്വത്തിൽ സംവാദ് കൗമുദി പ്രസിദ്ധീകരിച്ചിരുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, കൊൽക്കത്തയാണ്. അപ്പോൾ കൊൽക്കത്തയിൽ നിന്നാണ് രാജാ റാം മോഹൻ റോയിയുടെ നേതൃത്വത്തിൽ സംവാദ് കൗമുദി പ്രസിദ്ധീകരിച്ചിരുന്നത്. രണ്ടാമത്തെ ചോദ്യം, കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, അമിത് ഷായാണ്. അമിത് ഷായാണ് കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ കറൻസികളിൽ ലാംഗ്വേജ് പാനലിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ ഭാഷ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ആസാമീസ് ആണ്. ഇന്ത്യൻ കറൻസികളിൽ ലാംഗ്വേജ് പാനലിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ആദ്യത്തെ ഭാഷ ആസാമീസ് ആണ്. നാലാമത്തെ ചോദ്യം, മേഘങ്ങൾ കൂടുതലായും കാണപ്പെടുന്ന അന്തരീക്ഷപാളി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിലാണ് മേഘങ്ങൾ കൂടുതലായും കാണപ്പെടുന്ന അന്തരീക്ഷപാളി. അഞ്ചാമത്തെ ചോദ്യം, വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ സി, ഗോപാലകൃഷ്ണ ഗോഖലെ. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ആറാമത്തെ ചോദ്യം, ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ അജയ്. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ അജയ്? ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ അജയ്. ഏഴാമത്തെ ചോദ്യം, പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ 3 പത്മ ബഹുമതികളും നേടിയ കായികരംഗത്ത് നിന്നുള്ള ആദ്യ വ്യക്തി ആരാണ്? ആദ്യ വ്യക്തി വിശ്വനാഥൻ ആനന്ദാണ്. അപ്പോൾ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ 3 പത്മ ബഹുമതികളും നേടിയ കായികരംഗത്ത് നിന്നുള്ള ആദ്യ വ്യക്തിയാണ് വിശ്വനാഥൻ ആനന്ദ്. എട്ടാമത്തെ ചോദ്യം, കാഴ്ചവർണ്ണകങ്ങളിലെ ഘടകമായ റെറ്റിനാളിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, നിശാന്തതയാണ്. നിശാന്തത. അപ്പോൾ കാഴ്ചവർണ്ണകങ്ങളിലെ ഘടകമായ റെറ്റിനാളിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. ഒമ്പതാമത്തെ ചോദ്യം, കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 നിയമസഭാ പുരസ്കാരത്തിന് അർഹനായതാരാണ്? ഉത്തരം ഓപ്ഷൻ ബി, എം ടി വാസുദേവൻ നായരാണ്. കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് എം ടി വാസുദേവൻ നായരാണ്. പത്താമത്തെ ചോദ്യം, സ്ഥാനമൊഴിഞ്ഞ ശേഷം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ടി എൻ ശേഷനാണ്. സ്ഥാനമൊഴിഞ്ഞ ശേഷം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ടി എൻ ശേഷൻ. 11ാമത്തെ ചോദ്യം, തെക്കേ ഇന്ത്യയിലെ മലകളുടെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഊട്ടിയാണ്. തെക്കേ ഇന്ത്യയിലെ മലകളുടെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് ഊട്ടി. 12ാമത്തെ ചോദ്യം, പുരാതന സിൽക്ക് പാത കടന്നു പോകുന്ന ചുരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, നാഥുല ചുരമാണ്. പുരാതന സിൽക്ക് പാത കടന്നു പോകുന്ന ചുരമാണ് നാഥുല ചുരം. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, മധ്യപ്രദേശാണ്. മധ്യപ്രദേശാണ് ഇന്ത്യയിലെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. 14ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ 1830കളിൽ സ്ഥാപിതമായ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, പോർട്ടോ നോവോയാണ്. പോർട്ടോ നോവോ. അപ്പോൾ ഇന്ത്യയിൽ 1830കളിൽ സ്ഥാപിതമായ ആദ്യത്തെ ഇരുമ്പുരുക്കുശാലയാണ് പോർട്ടോ നോവോ. 15ാമത്തെ ചോദ്യം, മധ്യപ്രദേശിലെ പാണ്ഡവ് വെള്ളച്ചാട്ടം ഏതു നദിയിലാണ്? ഉത്തരം ഓപ്ഷൻ എ, കെൻ ആണ്. കെൻ നദിയിലാണ് പാണ്ഡവ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. 16ാമത്തെ ചോദ്യം, ആറ്റോമിക് എനർജി കമ്മീഷൻ്റെ 2ാമത്തെ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, വിക്രം സാരാഭായി ആണ്. വിക്രം സാരാഭായി ആണ് ആറ്റോമിക് എനർജി കമ്മീഷൻ്റെ 2ാമത്തെ ചെയർമാൻ. 17ാമത്തെ ചോദ്യം, ബസാൾട്ട് ശിലകളിലുള്ള ലോകത്തിലെ ഏക ഉപ്പുജല തടാകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ലോണാർ ആണ്. ബസാൾട്ട് ശിലകളിലുള്ള ലോകത്തിലെ ഏക ഉപ്പുജല തടാകമാണ് ലോണാർ. 18ാമത്തെ ചോദ്യം, ഇരുമ്പിൻ്റെ അംശം ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ചെമ്മണ്ണാണ്. ഇരുമ്പിൻ്റെ അംശം ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനമാണ് ചെമ്മണ്ണ്. 19ാമത്തെ ചോദ്യം, കരികാലൻ 1-ാം ശതകത്തിൽ പണി കഴിപ്പിച്ച കല്ലണൈ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട്.
ഇത് ഏത് നദിയിലാണ്? ഉത്തരം ഓപ്ഷൻ എ കാവേരി. അപ്പോൾ കാവേരി നദിയിലാണ് കരികാലൻ 1-ാം ശതകത്തിൽ പണി കഴിപ്പിച്ച കല്ലണൈ എന്ന് പറയുന്ന ആദ്യത്തെ അണക്കെട്ട്, ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിൽ. 20-ാമത്തെ ചോദ്യം, നമ്മ മെട്രോ എന്ന് പേരുള്ള മെട്രോ ഏത് നഗരത്തിലാണ്? ഉത്തരം ഓപ്ഷൻ ബി ബാംഗ്ലൂരു ആണ്. ബംഗളൂരുവിലാണ് നമ്മ മെട്രോ എന്ന പേരുള്ള മെട്രോ സ്ഥിതി ചെയ്യുന്നത്. 21-ാമത്തെ ചോദ്യം, ഏത് വർഷത്തെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്? ഉത്തരം ഓപ്ഷൻ എ 1911. അപ്പോൾ 1911 കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത്. 22-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ 3 സംരക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന അനുച്ഛേദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 20 ആണ്. 20-ാമത്തെ അനുച്ഛേദത്തിലാണ് 3 സംരക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ 3 സംരക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന അനുച്ഛേദം 20 ആണ്. 23-ാമത്തെ ചോദ്യം, കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി രാഷ്ട്രപതി. അപ്പോൾ രാഷ്ട്രപതിക്കാണ് കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. 24-ാമത്തെ ചോദ്യം, വന്ദേ മാതരം പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? 1882 ആണ്. 1882 വന്ദേ മാതരം പ്രസിദ്ധീകരിച്ചത്. 25-ാമത്തെ ചോദ്യം, 2019 ഭേദഗതി പ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി എത്ര വർഷമാണ്? ഉത്തരം ഓപ്ഷൻ എ 3 വർഷം. അപ്പോൾ 3 വർഷമാണ് 2019 ഭേദഗതി പ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി. 26-ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം ഓപ്ഷൻ എ 3 പേര്. അപ്പം 3 പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് ഉണ്ടായിരുന്നത്. 27-ാമത്തെ ചോദ്യം, കൂട്ടുത്തരവാദിത്തത്തിൻ്റെ തത്വങ്ങൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി ബ്രിട്ടൻ. അപ്പം ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യ കൂട്ടുത്തരവാദിത്തത്തിൻ്റെ തത്വങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. 28-ാമത്തെ ചോദ്യം, USSRനെ കൂടാതെ മൗലിക ചുമതലകളുടെ കാര്യത്തിൽ ഇന്ത്യയെ സ്വാധീനിച്ചിട്ടുള്ള രാജ്യം ഏതാണ്? ജപ്പാൻ. ഉത്തരം ഓപ്ഷൻ എ ജപ്പാനാണ്. USSRനെ കൂടാതെ മൗലിക ചുമതലകളുടെ കാര്യത്തിൽ ഇന്ത്യയെ സ്വാധീനിച്ചിട്ടുള്ള രാജ്യമാണ് ജപ്പാൻ. 29-ാമത്തെ ചോദ്യം, രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. 30-ാമത്തെ ചോദ്യം, രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ ഉപരാഷ്ട്രപതിക്ക് ആ പദവി എത്ര കാലം വഹിക്കാം? ഉത്തരം ഓപ്ഷൻ ബി 6 മാസം. അപ്പോൾ രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ ഉപരാഷ്ട്രപതിക്ക് 6 മാസക്കാലം ആ പദവി വഹിക്കാം. 31-ാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി എർഡ്ലി നോർട്ടനാണ് മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ എർഡ്ലി നോർട്ടൺ. 32-ാമത്തെ ചോദ്യം, സ്കൂൾ ഹെഡ്മിസ്ട്രസ് സ്ഥാനം രാജിവെച്ച് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ തിരുവിതാംകൂറിലെ വനിതാ നേതാവാര്? ഉത്തരം ഓപ്ഷൻ എ അക്കാമ ചെറിയാനാണ്. 33-ാമത്തെ ചോദ്യം, 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യകേരള സമ്മേളനത്തിൽ എത്രയും പെട്ടെന്ന് ഐക്യകേരളം രൂപവൽക്കരിക്കണം എന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം അവതരിപ്പിച്ചതാര്? ഉത്തരം ഓപ്ഷൻ സി മൊയ്തു മൗലവിയാണ്. 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യകേരള സമ്മേളനത്തിൽ എത്രയും പെട്ടെന്ന് ഐക്യകേരളം രൂപവൽക്കരിക്കണം എന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം അവതരിപ്പിച്ചത് മൊയ്തു മൗലവിയാണ്. 34-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പിതാവാരാണ്? ഉത്തരം ഓപ്ഷൻ ബി വക്കം മൗലവി. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പിതാവാണ് വക്കം മൗലവി. 35-ാമത്തെ ചോദ്യം, ലോകമാന്യൻ എന്ന പത്രത്തിലെ ലേഖനങ്ങളിൽ അധികൃതർ രാജ്യദ്രോഹം ആരോപിച്ച് തടവിലാക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാരാണ്? ഉത്തരം ഓപ്ഷൻ എ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. ലോകമാന്യൻ എന്ന പത്രത്തിലെ ലേഖനങ്ങളിൽ അധികൃതർ രാജ്യദ്രോഹം ആരോപിച്ച് തടവിലാക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്.
36-ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അസംബ്ലി മണ്ഡലങ്ങളുള്ള ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി മലപ്പുറമാണ്. മലപ്പുറത്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അസംബ്ലി മണ്ഡലങ്ങളുള്ള ജില്ല. 37-ാമത്തെ ചോദ്യം, കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി വി എൻ വാസവനാണ് കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രി. 38-ാമത്തെ ചോദ്യം, ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എവിടെയാണ് സ്ഥാപിച്ചത്? കിനാലൂരാണ്. ഉത്തരം ഓപ്ഷൻ ഡി കിനാലൂരാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥാപിച്ചിട്ടുള്ളത്. ആറളം വന്യജീവി സങ്കേതം ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം ഓപ്ഷൻ സി ചീങ്കണ്ണിപ്പുഴയുടെ തീരത്താണ് ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. 40-ാമത്തെ ചോദ്യം, കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കൻ കേരളത്തിലെ നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ വളപട്ടണം പുഴയാണ്. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കൻ കേരളത്തിലെ നദിയാണ് വളപട്ടണം പുഴ. 41-ാമത്തെ ചോദ്യം, സാമ്പ്രാണിക്കൊടി ഏത് കായലിൻ്റെ ഭാഗമാണ്? ഉത്തരം ഓപ്ഷൻ എ അഷ്ടമുടിക്കായൽ. സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നത് അഷ്ടമുടിക്കായലിൻ്റെ ഭാഗമാണ്. 42-ാമത്തെ ചോദ്യം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രംഗത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് തിരുവിതാംകൂർ സർക്കാർ 1855 ഏത് വിദേശിയെയാണ് സ്കൂൾ സൂപ്രണ്ടായി നിയോഗിച്ചത്? ഉത്തരം ഓപ്ഷൻ എ ചാൾസ് മീഡാണ്. അപ്പോൾ ചാൾസ് മീഡിനെയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രംഗത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് തിരുവിതാംകൂർ സർക്കാർ 1855 സ്കൂൾ സൂപ്രണ്ടായിട്ട് നിയോഗിച്ചത്. 43-ാമത്തെ ചോദ്യം, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഓപ്ഷൻ ബി പ്രധാനമന്ത്രിയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ. 44-ാമത്തെ ചോദ്യം, ഡച്ചുകാർ കേരളക്കരയിൽ പരാജയപ്പെട്ട ആദ്യ യുദ്ധം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കുളച്ചിൽ യുദ്ധമാണ്. കുളച്ചിൽ യുദ്ധത്തിലാണ് ഡച്ചുകാർ കേരളക്കരയിൽ ആദ്യമായിട്ട് പരാജയപ്പെട്ടത്. 45-ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി മലനാടാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂഭാഗം. 46-ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹ കാലത്ത് സവർണജാഥ നയിച്ചെത്തിയവർ ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ളയുടെ നേതൃത്വത്തിൽ 1924 നവംബർ 13 ആർക്കാണ് ഭീമഹർജി സമർപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി സേതു ലക്ഷ്മിബായി. അപ്പോൾ വൈക്കം സത്യാഗ്രഹ കാലത്ത് സവർണജാഥ നയിച്ചെത്തിയവർ ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ളയുടെ നേതൃത്വത്തിൽ 1924 നവംബർ 13 സേതു ലക്ഷ്മിബായിക്കാണ് ഭീമഹർജി സമർപ്പിച്ചത്. 47-ാമത്തെ ചോദ്യം, ഷാജഹാൻ്റെ മരണം, സാന്താൾ പെൺകുട്ടി എന്നീ ചിത്രങ്ങൾ വരച്ചതാര്? ഉത്തരം ഓപ്ഷൻ ബി അബനീന്ദ്രനാഥ ടാഗോറാണ്. ഷാജഹാൻ്റെ മരണം, സാന്താൾ പെൺകുട്ടി എന്നീ ചിത്രങ്ങൾ വരച്ചത് അബനീന്ദ്രനാഥ ടാഗോറാണ്. 48-ാമത്തെ ചോദ്യം, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആർമി HSRA 1929 ഏത് വൈസ്രോയെയാണ് ട്രെയിനിൽ ബോംബ് വെച്ച് വധിക്കാൻ ശ്രമിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ഇർവിൻ പ്രഭുവാണ്. അപ്പോൾ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആർമി 1929 ഏത് വൈസ്രോയെയാണ് ട്രെയിനിൽ ബോംബ് വെച്ച് വധിക്കാൻ ശ്രമിച്ചതെന്ന് ചോദിച്ചാൽ ഇർവിൻ പ്രഭു. 49-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ജവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ എ ഝാൻസി റാണിയാണ്. ഇന്ത്യയുടെ ജവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് ഝാൻസി റാണിയെയാണ്. 50-ാമത്തെ ചോദ്യം, ആര് അന്തരിച്ചപ്പോഴാണ് ആ അഗ്നിപർവ്വതം എരിഞ്ഞടങ്ങി എന്ന് പ്രസ്താവിച്ച് ഇന്ദിരാഗാന്ധി അനുശോചിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി VK കൃഷ്ണമേനോനാണ്. അപ്പോൾ VK കൃഷ്ണമേനോൻ അന്തരിച്ചപ്പോഴാണ് ആ അഗ്നിപർവ്വതം എരിഞ്ഞടങ്ങി എന്ന് പ്രസ്താവിച്ച് ഇന്ദിരാഗാന്ധി അനുശോചിച്ചത്. 51-ാമത്തെ ചോദ്യം, ഇന്ത്യൻ അധ്യാപകരുടെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏത് കമ്മീഷൻ്റെ റിപ്പോർട്ടാണ്? ഉത്തരം ഓപ്ഷൻ സി കോത്താരി കമ്മീഷൻ്റെയാണ്. കോത്താരി കമ്മിറ്റീൻ്റെ റിപ്പോർട്ടാണ് ഇന്ത്യൻ അധ്യാപകരുടെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. 52-ാമത്തെ ചോദ്യം, പ്ലേറ്റോയുടെ റിപ്പബ്ലിക്ക് തർജ്ജമ ചെയ്ത ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ സക്കീർ ഹുസൈനാണ്. ഡോക്ടർ സക്കീർ ഹുസൈനാണ് പ്ലേറ്റോയുടെ റിപ്പബ്ലിക്ക് തർജ്ജമ ചെയ്ത ഇന്ത്യൻ പ്രസിഡന്റ്. 53-ാമത്തെ ചോദ്യം, 1946 സെപ്റ്റംബർ 2 അധികാരത്തിൽ വന്ന ഇടക്കാല മന്ത്രിസഭയിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ജോൺ മത്തായി ആണ്. 1946 സെപ്റ്റംബർ 2 അധികാരത്തിൽ വന്ന ഇടക്കാല മന്ത്രിസഭയിൽ അംഗമായിരുന്ന മലയാളിയാണ് ജോൺ മത്തായി. 54-ാമത്തെ ചോദ്യം, എത്രാമത്തെ നിയമസഭയുടെ കാലയളവിലാണ് കേരളത്തിൽ ജനകീയ ആസൂത്രണം നടപ്പാക്കിയത്? ഉത്തരം ഓപ്ഷൻ സി 10ാം കേരള നിയമസഭയിലാണ്. അപ്പോൾ 10ാം കേരള നിയമസഭയിലാണ്
കേരളത്തിൽ ജനകീയ ആസൂത്രണം നടപ്പാക്കിയത്? 55-ാമത്തെ ചോദ്യം, താൻസൻ സമ്മാനം നൽകുന്നത് ഏത് സംസ്ഥാനത്തെ ഗവൺമെൻറ്റാണ്? ഉത്തരം ഓപ്ഷൻ എ മധ്യപ്രദേശാണ്. താൻസൻ സമ്മാനം നൽകുന്നത് മധ്യപ്രദേശിലെ ഗവൺമെൻറ്റാണ്. 56-ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയതാരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആർ ഈശ്വരപിള്ളയാണ്. മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത് ആർ ഈശ്വരപിള്ളയാണ്. 57-ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ജനപ്രിയ നോവൽ എന്ന് വിശേഷിക്കപ്പെടുന്ന വിരുതൻ ശങ്കു രചിച്ചതാര്? ഉത്തരം ഓപ്ഷൻ എ കാരാട്ട് അച്യുതമേനോനാണ്. മലയാളത്തിലെ ആദ്യത്തെ ജനപ്രിയ നോവൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിരുതൻ ശങ്കു രചിച്ചത് കാരാട്ട് അച്യുതമേനോനാണ്. 58-ാമത്തെ ചോദ്യം, ആരുടെ ജന്മദിനമാണ് കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമിയുടെ ജന്മദിനമാണ് കേരളത്തിൽ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. 59-ാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത്. 60-ാമത്തെ ചോദ്യം, തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി പനമ്പിള്ളി ഗോവിന്ദമേനോനാണ്. പനമ്പിള്ളി ഗോവിന്ദമേനോനാണ് തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി. 61-ാമത്തെ ചോദ്യം, കാഴ്ചയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി സെറിബ്രമാണ്. കാഴ്ചയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. 62-ാമത്തെ ചോദ്യം, പോളിയോയ്ക്കെതിരെയുള്ള ആദ്യത്തെ ഫലപ്രദമായ വാക്സിൻ കണ്ടുപിടിച്ചതാര്? ഉത്തരം ഓപ്ഷൻ സി ജോനാസ് ഇസാൽക്കാണ്. ജോനാസ് ഇസാൽക്കാണ് പോളിയോയ്ക്കെതിരെയുള്ള ആദ്യത്തെ ഫലപ്രദമായ വാക്സിൻ കണ്ടുപിടിച്ചത്. 63-ാമത്തെ ചോദ്യം, കരളിൽ ശേഖരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ ആണ് കരളിൽ ശേഖരിക്കുന്ന വൈറ്റമിൻ. 64-ാമത്തെ ചോദ്യം, പരോട്ടിഡ് ഗ്രന്ഥി എന്തിൻ്റെ അടിഭാഗത്താണ് കാണപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ചെവി. ചെവിയുടെ അടിഭാഗത്താണ് പരോട്ടിഡ് ഗ്രന്ഥി കാണപ്പെടുന്നത്. 65-ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി. തിരുമധുരം എന്നത് ഏതിൻ്റെ ഇനമാണ്? 66-ാമത്തെ ചോദ്യം, തിരുമധുരം എന്നത് ഏതിൻ്റെ ഇനമാണ്? കരിമ്പാണ്. കരിമ്പിൻ്റെ ഇനമാണ് തിരുമധുരം. 67-ാമത്തെ ചോദ്യം, ഏതു രോഗം നിർണ്ണയിക്കുന്നതിനുള്ള ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട്? ഉത്തരം ഓപ്ഷൻ ഡി എയ്ഡ്സ്. എയ്ഡ്സ് നിർണ്ണയിക്കാനുള്ള ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട്. 68-ാമത്തെ ചോദ്യം, ഏത് രോഗത്തിൻ്റെ ശാസ്ത്രനാമമാണ് നാസോഫാരിഞ്ചൈറ്റിസ്? ഉത്തരം ഓപ്ഷൻ എ ജലദോഷം. ജലദോഷത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് നാസോഫാരിഞ്ചൈറ്റിസ്. 69-ാമത്തെ ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി സൈലൻറ്റ് വാലിയാണ്. അപ്പോൾ സൈലൻറ്റ് വാലിയിലാണ് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം. 70-ാമത്തെ ചോദ്യം, മലേറിയയ്ക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി പ്രോട്ടോസോവയാണ്. മലേറിയയ്ക്ക് കാരണമായ സൂക്ഷ്മജീവിയാണ് പ്രോട്ടോസോവ. 71-ാമത്തെ ചോദ്യം, യുറേനിയത്തിൻ്റെ ശിഥിലീകരണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അന്തിമ മൂലകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഈയമാണ്. ഈയം. യുറേനിയത്തിൻ്റെ ശിഥിലീകരണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അന്തിമ മൂലകമാണ് ഈയം. 72-ാമത്തെ ചോദ്യം, താപനില ഉയരുമ്പോൾ പ്രതലബലം എന്താവുന്നു? കുറയുന്നു. ഓപ്ഷൻ എ കുറയുന്നു. താപനില ഉയരുമ്പോൾ പ്രതലബലം കുറയുന്നു. 73-ാമത്തെ ചോദ്യം, ഫാൻ കറങ്ങുമ്പോൾ ദളങ്ങളുടെ ഭാഗങ്ങൾ പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ വീക്ഷണ സ്ഥിരതയാണ്. ഫാന് കറങ്ങുമ്പോൾ ദളങ്ങളുടെ ഭാഗങ്ങൾ പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നാൻ കാരണം വീക്ഷണ സ്ഥിരതയാണ്. 74-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഗാർഹിക സർക്യൂട്ടിൽ ഒരു ശാഖയിൽ പ്രവഹിക്കുന്ന പരമാവധി കറണ്ട് എത്ര ആംപിയർ ആണ്? ഉത്തരം ഓപ്ഷൻ ബി 5 ആംപിയർ ആണ്. ഇന്ത്യയിൽ ഗാർഹിക സർക്യൂട്ടിൽ ഒരു ശാഖയിൽ പ്രവഹിക്കുന്ന പരമാവധി കറണ്ടിൻ്റെ ആംപിയർ 5 ആണ്. 5. 75-ാമത്തെ ചോദ്യം, ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഹൈഡ്രജനാണ്. അപ്പോൾ ഹൈഡ്രജനാണ് ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം. 76-ാമത്തെ ചോദ്യം, അമാവാസിയിൽ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവയുടെ ആപേക്ഷിക സ്ഥാനങ്ങൾ എങ്ങനെയാണ്? ഉത്തരം ഓപ്ഷൻ സി ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും മധ്യയായിരിക്കും. ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും മധ്യയായിരിക്കും. അമാവാസിയിൽ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവയുടെ ആപേക്ഷിക സ്ഥാനങ്ങൾ ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും മധ്യേ. 77-ാമത്തെ ചോദ്യം, ബെറിലിയം അലുമിനിയം സിലിക്കേറ്റ് അടങ്ങിയിരിക്കുന്ന പദാർത്ഥം ഏത്? ഉത്തരം ഓപ്ഷൻ എ മരതകമാണ്. ബെറിലിയം അലുമിനിയം സിലിക്കേറ്റ് അടങ്ങിയിരിക്കുന്ന പദാർത്ഥമാണ് മരതകം. 78-ാമത്തെ ചോദ്യം, ഒരു വസ്തുവിൻ്റെ ഭാരം ഇരട്ടിയാക്കുമ്പോൾ ഗതികോർജ്ജത്തിന് എന്ത് സംഭവിക്കും? ഉത്തരം ഓപ്ഷൻ സി ഗതികോർജ്ജം 4 മടങ്ങാകും.
അപ്പോൾ ഒരു വസ്തുവിൻ്റെ വേഗം ഇരട്ടിയാകുമ്പോൾ ഗതികോർജ്ജത്തിന് സംഭവിക്കുന്ന മാറ്റം ഗതികോർജ്ജം 4 മടങ്ങാകും. 79ാമത്തെ ചോദ്യം, ഏത് ഊഷ്മാവിലാണ് തെർമോമീറ്ററിൽ സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമാകുന്നത്? ഉത്തരം ഓപ്ഷൻ എ -40 ഡിഗ്രിയാണ്. -40ലാണ് സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമാകുന്നത്. തെർമോമീറ്ററിലെ സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമാകുന്നത് -40ലാണ്. 80ാമത്തെ ചോദ്യം, പ്രകാശത്തിൻ്റെ പ്രവേഗം അതായത് വെലോസിറ്റി ആദ്യമായി കണക്കാക്കിയതാര്? ഉത്തരം ഓപ്ഷൻ ബി റോമറാണ്. പ്രകാശത്തിൻ്റെ പ്രവേഗം അഥവാ വെലോസിറ്റി ആദ്യമായി കണക്കാക്കിയത് റോമറാണ്. താങ്ക് യു.